ട്രംപിന്റെ രണ്ടാം വരവ് പലതും തീരുമാനിച്ചുറച്ചു തന്നെയാകുമെന്ന് ലോകരാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരെല്ലാം വിലയിരുത്തിയതാണ്. അന്നൂഹിച്ചതെല്ലാം കമ്പോട് കമ്പ് സംഭവിക്കുകയാണ്. അതിസാഹസിക തീരുമാനങ്ങളുടെ അപ്പോസ്തലനാണ് ഡൊണാൾഡ് ട്രംപ്. ഏകപക്ഷീയ വലത് രാഷ്ട്രീയത്തിലേക്കും അതിതീവ്ര ദേശീയതയിലേക്കും ലോകക്രമം പൂർണ്ണമായി പരിണമിച്ചു കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിന്റെ എല്ലാ ചേരുവയുടെയും സത്തായ ഭരണകൂടമാണ് ട്രംപ് 2.0. അമേരിക്കയ്ക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് നേരെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര ചുങ്കം. പ്രഖ്യാപനത്തിന് പിന്നാലെ ട്രംപ് ലോകത്തോട് പറഞ്ഞു, ഇത് അമേരിക്കയുടെ വിമോചന ദിനം. ഇതുവരെ വിദേശ രാജ്യങ്ങൾ നമ്മളെ കൊള്ളയടിച്ചു, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഊറ്റിക്കൊണ്ടുപോയി. ഇനി കാണാൻ പോകുന്നത് അമേരിക്കയുടെ തിരിച്ചുവരവാണ്, ട്രംപ് പറഞ്ഞു. ട്രംപ് മോദി കൂടിക്കാഴ്ചയിലും ഉഭയകക്ഷി വ്യാപാര ചർച്ചകളിലും ഉണ്ടായ പോസിറ്റീവ് ഫീൽ ഇന്ത്യയോടുള്ള പരിഗണനയായി ഭവിക്കുമെന്ന് കരുതിയവരുണ്ട്. അതും തെറ്റി. നമുക്കും കിട്ടി ട്രംപിന്റെ 26% പകരം തീരുവ. അടിയേറ്റവർക്ക് ഇനി ആശങ്കയുടെ ദിവസങ്ങളാണ്. അന്താരാഷ്ട്ര വ്യാപാര മേഖലയെയും ആഗോള വിപണിയെയും പൊളിച്ചെഴുതുമോ ട്രംപിന്റെ പ്രതികാര ചുങ്കം? കാണാം 59 സെക്കൻഡിൽ RDX റാപ്പ്. 10% മുതൽ 49% വരെയാണ് ട്രംപിന്റെ പകരച്ചുങ്കം. സഖ്യരാജ്യങ്ങളെ പോലും വെറുതെ വിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ 20% ചുങ്കം ചുമത്തും. 49% ചുമത്തപ്പെട്ട കംബോഡിയയാണ് ട്രംപിന്റെ തീരുവ തല്ലുകൊണ്ടവരിൽ മുമ്പിൽ. പക്ഷേ ഇക്കാര്യത്തിൽ താൻ ദയാലുവാണെന്നും ഡിസ്കൗണ്ടോടെയാണ് ഇഷ്ടരാഷ്ട്രങ്ങൾക്ക് തീരുവ കൂട്ടിയതെന്നും ട്രംപ്. നരേന്ദ്രമോദി നല്ല സുഹൃത്താണെങ്കിലും കഠിനമായ തീരുവ ചുമത്തി അമേരിക്കയെ ബുദ്ധിമുട്ടിച്ചു. 52% ഈടാക്കുന്ന ഇന്ത്യക്കുമേൽ നേർപകുതി മാത്രമാണ് അമേരിക്ക ചുമത്തുന്നതെന്ന് ഓർമ്മപ്പെടുത്തൽ. 26%. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ചുമത്തിയ 10% തീരുവയ്ക്ക് പുറമെയാണ് പുതിയ നികുതി. ചൈനയ്ക്കിത് 34%. അവർക്ക് 20% തീരുവ നേരത്തെ ചുമത്തിയിരുന്നു. ഇപ്പോൾ ആകെ 54%. പകരച്ചുങ്കം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കരുത്തുറ്റതാക്കുമെന്ന് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ പണികിട്ടിയ രാജ്യങ്ങൾ തിരിച്ചടിച്ചാൽ ഇതെവിടെ ചെന്നു നിൽക്കുമെന്ന് കണ്ടറിയണം. RDX റാപ്പ് ന്യൂസ് മലയാളം. 1930-ലെ മാന്ദ്യകാലത്ത് പോലും നടപ്പാക്കാൻ മടിച്ച കടുത്ത തീരുമാനങ്ങളാണ് സമ്പദ് വ്യവസ്ഥ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്നത്. ഇപ്പോൾ അമേരിക്കയോട് വാണിജ്യരംഗത്ത് മത്സരിക്കാൻ പാങ്ങില്ലാത്ത രാജ്യങ്ങൾക്ക് മേൽ വരെ വൻ ചുങ്കമാണ് ചുമത്തിയത്. സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ ചുങ്കത്തിന്റെ ശതമാനക്കണക്കാണ്. വിയറ്റ്നാമിന് 46%, കംബോഡിയയ്ക്ക് 49%, ചൈനയ്ക്ക് 34%, ശ്രീലങ്കയ്ക്ക് 44%, ബംഗ്ലാദേശിന് 36%, ഇന്ത്യക്കും കിട്ടി 26% നികുതി. മുന്നേ ചുമത്തിയിരുന്ന 10% കൂടി ചേർത്തിപ്പോൾ 36% പകര ചുങ്കം. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇന്ത്യ അമേരിക്ക വ്യാപാരം, അതിൽ നമുക്ക് ആ ചുങ്കത്തിൻ്റെ ശതമാനക്കണക്ക് കാണാം. പകരത്തിന് പകരവുമായി ട്രംപ് എന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോൾ വായിച്ചതാണത്. ഇന്ത്യ അമേരിക്കയ്ക്ക് വ്യാപാര കമ്മി വരുത്തുന്ന രാജ്യമാണ്. ഇന്ത്യക്ക് $3532 കോടി മിച്ചം, US-ന് $4577 കോടി കമ്മി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ തീരുവ 3%. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ തീരുവ 3%. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ തീരുവ 9.5%. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ 18% US-ലേക്കാണ്. പുതിയ ചുങ്കം ബാധകമാകുന്നവ ഇവയാണ്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, രത്ന ആഭരണങ്ങൾ കയറ്റുമതിയെ ബാധിക്കും. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതി $14 ബില്യൺ. രത്ന ആഭരണ കയറ്റുമതി $9 ബില്യൺ. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ പഴയ താരിഫ് 0.41%. സ്വർണം, വെള്ളി, ലോഹങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, പുതിയ ചുങ്കത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ചെമ്പ്, ഫാർമസ്യൂട്ടിക്കൽ, തടി, സെമി കണ്ടക്ടറുകൾ എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. US-ൽ ലഭ്യമല്ലാത്ത ഊർജ്ജോൽപ്പന്നങ്ങളും ധാതുക്കളും പുതിയ ചുങ്കത്തിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഓട്ടോ പാർട്സ്, അലൂമിനിയം കയറ്റുമതിക്ക് നേരത്തെ പ്രഖ്യാപിച്ച് 20% തുടരും. യൂറോപ്പിനും പണി കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയത് 20% താരിഫാണ്. ലോക സമ്പദ് വ്യവസ്ഥയ്ക്കേറ്റ കനത്ത പ്രഹരമെന്ന് യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ഇതിനകം ഇടപാടിൽ അമേരിക്കയ്ക്ക് വ്യാപാര മിച്ചമുള്ള രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. UK, ബ്രസീൽ, സിംഗപ്പൂർ, കൊളംബിയ എന്നിവയ്ക്ക് ചുമത്തിയത് 10% താരിഫാണ്. ഒരു രാഷ്ട്രത്തെയും വിട്ടില്ല. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ മ്യാൻമാറിന് 44% താരിഫ് ഏർപ്പെടുത്തി. ഭൂകമ്പം തകർത്ത തായ്വാന് 32% ചുങ്കം ഏർപ്പെടുത്തി. ദരിദ്ര ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും പകരച്ചുങ്കം ട്രംപ് ഏർപ്പെടുത്തി. മഡഗാസ്കറിന് 47%, ബോട്സ്വാനയ്ക്ക് 37%. അങ്ങനെ ആഗോള വിപണിയെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കും. ഓഹരി വിപണികൾ ഇടിഞ്ഞു വീഴും എന്നതാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയിൽ പണപ്പെരുപ്പം സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. അമേരിക്കയ്ക്കും പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. യൂറോപ്യൻ യൂണിയന്റെ പ്രതികരണം നിർണായകമായതാണ് എന്ന് ഈ ഡാറ്റ ഷീറ്റ് ചൂണ്ടിക്കാട്ടുന്നു. ആഗോള വ്യാപാരത്തിൽ അമേരിക്കൻ സംഭാവന 13%, യൂറോപ്പിൻ്റേത് 38%. ചൈനയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പൊതുവിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ബംഗ്ലാദേശിലെ ഗാർമെന്റ്സ് വ്യവസായത്തെ പാടെ തകർക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും വലിയ തിരിച്ചടി ഉണ്ടാകും എന്നും കണക്കാക്കപ്പെടുന്നു. അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണയും ആയുധവും വാങ്ങാൻ ഇന്ത്യ നിർബന്ധിതരാകും എന്നതാണ് ഒരു ഫലം. ഇന്ത്യ
US ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് ആ വ്യാപാര കരാറിൽ പ്രതീക്ഷയുണ്ട്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ കരാറിൽ ഒപ്പുവെക്കുമെന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ തിരിച്ചടി ഉഭയകക്ഷി കരാറിലൂടെ മറികടക്കാനായേക്കും എന്നൊരു പ്രതീക്ഷ ആ ശ്രദ്ധിക്കുന്ന ആളുകൾക്കുണ്ട്. ഇന്ത്യയുടെ വിശാല ആഭ്യന്തര വിപണിയിൽ അമേരിക്കൻ ബിസിനസ്സുകാർക്കും കണ്ണുണ്ട് എന്ന് കാണുന്നു. ലോകം എങ്ങനെ പ്രതിരോധിക്കും? ചർച്ചകൾ പരാജയപ്പെട്ടാൽ പ്രതിരോധ നടപടിക്ക് മടിക്കില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകുമെന്ന് ചൈനയും പറഞ്ഞിട്ടുണ്ട്. ഇതിനകം തന്നെയും അമേരിക്ക തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ജപ്പാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ വ്യാപാര യുദ്ധം നല്ലതല്ല, ദേശീയ താൽപര്യം സംരക്ഷിക്കുമെന്ന് UK പറഞ്ഞു. അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് ഓസ്ട്രേലിയ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും കൂട്ടാൻ മടിക്കില്ല എന്നാണ് US തിരിച്ചടിക്കുകയാണെങ്കിൽ അത് ചെയ്യുമെന്നാണ് US ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നിലക്കുള്ള വർത്തമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. മുന്നറിയിപ്പ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈസനാണ് നൽകിയത്. അപ്പോൾ ആ നിലക്ക് അമേരിക്ക അവരുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഹർഷൻ, രാജ്യം ലോകമാകെ തന്നെയും ഇതാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക തന്നെ തിരിച്ചടിയാവുന്നുള്ള വിലയിരുത്തൽ അവിടെ നിന്ന് തന്നെ വരുന്നുണ്ട്. എങ്ങനെ കാണണം ഇത്? ലോകരാഷ്ട്രീയത്തെയും സമ്പദ് സ്ഥിതിയെയും എങ്ങനെ ബാധിക്കുന്നത് എന്നാണ് കണ്ടത്? ഒരു കാര്യം, ട്രംപ് സാധാരണ ഈ രാജ്യങ്ങളെ പേടിപ്പിക്കാൻ ഞാൻ ബോംബിടും എന്ന് വരെ വേണമെങ്കിൽ അത്ര എക്സ്ട്രീം അടിയൊക്കെ അടിക്കും. പക്ഷേ അയാൾ യുദ്ധങ്ങൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. കാരണം ലോകം മുഴുവൻ കച്ചവടം നടക്കണം, നന്നായിട്ട് ലാഭം ഉണ്ടാക്കണം, ലാഭം പെരുകണം, അമേരിക്ക അതിസമ്പന്നമാകണം. ഇതാണ് അടിസ്ഥാന തത്വം. അതിൽ നിന്നുകൊണ്ടാണ് ട്രംപിൻ്റെ പ്രവൃത്തി മുഴുവൻ. അല്ലാതെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക, യുദ്ധത്തിൻ്റെ പിന്നാലെ നടന്ന് വെറുതെ സമയം കളയുന്നത് എന്തിനാണ് എന്നുള്ള മൂടുള്ള ആളാണ് ട്രംപ്. ഇപ്പോഴത്തെ ഈ തീരുമാനം എന്നത് പല രാജ്യങ്ങളെ പലതരത്തിലാണ് ബാധിക്കുക. അതിലേറ്റവും പ്രധാനമായി നമ്മൾ നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ചൈനയാണ് ഏറ്റവും നേരിട്ട് ബാധിക്കുക. ചൈനയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്കയാണ്. ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾ ചൈനയിലേക്ക് കയറ്റി അയക്കുന്നു. മാത്രമല്ല ചൈനയുടെ ഇപ്പോൾ ആപ്പിൾ ബ്രാൻഡ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുമ്പോൾ ആപ്പിൾ ബ്രാൻഡ് അമേരിക്കയിലുള്ളതാണല്ലോ, പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് ചൈനയിലാണ് എന്നുള്ള സാഹചര്യമുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നത് ചൈനയിലാണ്. അതുപോലെ വസ്ത്ര ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ നൈക്കി ബ്രാൻഡ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് വിയറ്റ്നാമിലാണ് അല്ലെങ്കിൽ തായ്ലൻഡിലാണ്. ഈ രീതിയിലാണ് മിക്കവാറും അമേരിക്കൻ ബ്രാൻഡുകളുടെ തന്നെ നിലനിൽപ്പ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട അമേരിക്കൻ ബ്രാൻഡുകളെ തന്നെ ഇപ്പോൾ വാൾമാർട്ടിൻ്റെ വാഗ്ദാനം തന്നെ കുറഞ്ഞ തുകയ്ക്ക് ഉൽപ്പന്നങ്ങൾ തരും എന്നുള്ളതാണ് അമേരിക്കയിലെ സാഹചര്യത്തിൽ. പക്ഷേ ആ വാഗ്ദാനം പാലിക്കാൻ വാൾമാർട്ടിന് കഴിയുമോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. കാരണം ഈ വിയറ്റ്നാമിൽ നിന്നും തായ്ലൻഡിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെയാണ് ഈ ഉൽപ്പന്നങ്ങൾ വാൾമാർട്ടിൽ വില കുറച്ചെത്തുന്നത്. അപ്പോൾ അതവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ട്. അപ്പോൾ ഒരു കൂട്ടപ്പൊരിച്ചിൽ മൊത്തത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു എന്താണ് അസാമാന്യമായ ക്രേസി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ നിലയ്ക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ള വാസ്തവമുണ്ട്. ആ തീരുമാനത്തിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നു. ഒരുപക്ഷെ ട്രംപിന് മാത്രം ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അമേരിക്കയിൽ ഇത് കടക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് ഇതുവരെ കടന്നു വന്ന അമേരിക്കൻ പ്രസിഡന്റുമാർ, നമുക്ക് പരിചയമുള്ള കാലത്ത് കടന്നു വന്നിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരെ എടുത്താൽ ആർക്കും കഴിയുന്ന ഒരു കാര്യമല്ല ട്രംപ് ചെയ്തിരിക്കുന്നത്. ഒരു കച്ചവടക്കാരനായതുകൊണ്ട് മാത്രം ചെയ്തിരിക്കുന്നതാണ്. ഇനി വേറൊരു കാര്യം, ഇതിൽ ഇന്ത്യയുടെ സാഹചര്യം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പെട്ടെന്നുള്ള വിലയിരുത്തലുകളിൽ എല്ലാവരും പറയുന്നത് $7 ബില്യൺ വരെ വാർഷിക നഷ്ടം ഇന്ത്യക്ക് ഉണ്ടാകാമെന്നാണ്. കാരണം 2025 ഏപ്രിൽ 9 ഇത് നടപ്പാക്കുകയാണ്. കൂടുതൽ ദീർഘമായ കാലയളവില്ല, നമുക്ക് അത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട കാലയളവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം $7 ബില്യൺ നഷ്ടം ഈ പ്രശ്നം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ അവിടെ ആശയ്ക്ക് വകയുള്ള മറ്റു ചില കാര്യം കൂടിയുണ്ട്. കാരണം ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്നത് 54% ആണ് ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്നത്. ഇവിടെ ഇന്ത്യക്ക് 26% ഇന്ത്യയുടെ. അപ്പോൾ ഈ റോ മെറ്റീരിയൽസും മറ്റ് സംഗതികളുമൊക്കെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അതായത് മറ്റ് വ്യത്യസ്തമായ കമ്പനികളും വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളും ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറി പോകുന്ന റേഞ്ച് റോവറും ലാൻഡ് റോവറും പോലെയുള്ള സംഗതികളും അതിന് വേണ്ട മറ്റ് റോ മെറ്റീരിയൽസും മറ്റ് കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല. വേറെ ചില കാര്യങ്ങൾ കയറ്റി അയക്കാനുള്ള സാഹചര്യം ഇന്ത്യക്ക് തെളിയുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇടപാട് മൊത്തത്തിലുള്ള ഈ വിദേശ നാണയ വിനിമയത്തിൽ വലിയ കുറവ് വരാതെ വളരെ വേഗത്തിൽ ഈ പറയുന്ന ഈ വ്യാപാര കരാർ കൂടി വന്നു കഴിഞ്ഞാൽ, ഉഭയകക്ഷി കരാർ കൂടി വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുകയാണ്. പക്ഷേ വലിയ ബ്രാൻഡുകളുടെ കാര്യത്തിലാണ് ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും ഇലോൺ മസ്കിന് ഇതുകൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ച് വരുമ്പോൾ ഇലോൺ മസ്കൊക്കെ ഉപയോഗിച്ച് കൊടുത്ത ബുദ്ധിയാണ് ഈ നടപ്പാക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അയാൾക്ക് ടെസ്ല ബ്രാൻഡിന് അടക്കം നഷ്ടമുണ്ടാകുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ഇതിനുള്ളിൽ സംഭവിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കൂട്ടപ്പൊരിച്ചിലേക്ക് നിസ്സാരമായി ഒരു ആറ്റം ബോംബ് ഇടുന്നതിനേക്കാൾ നിസ്സാരമായി ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് ലോകത്തെ തള്ളിയിട്ടു എന്നുള്ളതാണ്. ഈ ചാർട്ടുകളെ കാണിച്ച് പ്രഖ്യാപിക്കുമ്പോഴേ ഏതൊരു കച്ചവടക്കാരനിൽ നിന്ന് വായിക്കുന്ന പോലെ, അയാളുടെ വിലപ്പട്ടിക വായിക്കുന്ന പോലെയില്ല. അതായത് അമേരിക്കൻ പ്രസിഡന്റ് മൂപ്പരൊരു കച്ചവടക്കാരനാണ്. ആദ്യം ഓരോ രാജ്യങ്ങളെ ഇത്രമേൽ കച്ചവടത്തിന്റെ കാര്യത്തിൽ ശത്രുക്കളെക്കാൾ മോശം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഇന്ത്യയിലെ കാര്യം പ്രഖ്യാപിച്ചത്. ഇതിനകത്തൊരു ഞാൻ വായിച്ചതിൽ
പറഞ്ഞതിൽ ഒരു പോയിന്റ് കണ്ടത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളും ഈ മെഡിക്കൽ സാധനങ്ങളൊക്കെയാണ്. അത് അവിടെ വില കൂടും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരെ കൂടെ ബാധിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ പറയുന്ന ക്രേസ് ആയിട്ടുള്ള പ്രസിഡന്റ് ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ഇത് ലോകത്തിന് മാത്രമല്ല അവർക്ക് കൂടെ ദോഷം ഉണ്ടാവില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏകധ്രുവത്തിലേക്ക് ലോകത്തെ വീണ്ടും ചുരുക്കാൻ ഇനിയുള്ള കാലത്ത് രാഷ്ട്രീയമായി സാധ്യമായേക്കില്ല. പക്ഷേ സാമ്പത്തികമായി അമേരിക്കയുടെ പരമോന്നത പദവിയാണ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നം കാണുന്നത്. ശേഷമെല്ലാം ആ പദവിയുടെ പിന്നാലെ വരുമെന്ന് ട്രംപിന് അറിയാം. ഇതുവരെ നമ്മളിലേറെ പേരും കേട്ടിട്ട് കൂടിയില്ലാത്ത ലെസോത്തോ എന്ന തെക്കൻ ആഫ്രിക്കൻ രാജ്യത്തിന് മേൽ 50% നികുതിയാണ് ട്രംപ് ഭരണകൂടം ചുമത്താൻ പോകുന്നത്. 4-1 എയ്ഡ്സ് രോഗിയായ പരമദരിദ്രരുടെ പട്ടിണി രാജ്യമാണത്. ഇക്കഴിഞ്ഞ വാരം ഭൂകമ്പം തകർത്ത മ്യാൻമാറിനും ചുമത്തി 44% നികുതി. ദുരയ്ക്ക് ഒരു രീതിശാസ്ത്രമേ ഉള്ളൂ, അത് കൂടുതൽ ലാഭത്തിൻ്റെയാണ്. എല്ലാ പരുക്കൻ പ്രദേശങ്ങളും സമതലങ്ങളായി മാറുന്ന നല്ല നാളെയെക്കുറിച്ച് സ്വപ്നം കണ്ട മാർട്ടിൻ ലൂതർ കിങ്ങും അമേരിക്കക്കാരനായിരുന്നു എന്ന് മാത്രം RDX ഓർക്കുന്നു.